വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക തോരനാണ് ഞാൻ ചെയ്തത്. വളരെ കയ്പ്പ് കുറഞ്ഞ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല പാവയ്ക്ക തോരൻ. ആ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. 300 ഗ്രാമിൻ്റെ 2 വെളുത്ത പാവയ്ക്ക കഴുകി തുടച്ചു വെച്ചിരിക്കുകയാണ്. വെള്ളം തീരെ പാടില്ല, അതിനാ തുടച്ചെടുക്കുന്നത്. ഇനി ഇതേമാതിരി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം സീഡ്സും ചുറ്റുപാടുമുള്ളതും നല്ലതുപോലെ സ്ക്രേപ്പ് ചെയ്ത് തന്നെ കളയണം. അങ്ങനെ കളഞ്ഞില്ലെങ്കിൽ കൂടുതൽ കയ്ക്കും. ഇതേമാതിരി സ്ക്രേപ്പ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ഇനി അത് ഇതേമാതിരി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ചോപ്പറിൽ ഇടാനുള്ളതാ. അതിനുശേഷം ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയും വേണം. ഇതേമാതിരി എല്ലാം ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞു. അടുത്തതായി കുറച്ച് കുടംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓരോ കുടംപുളിയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. വെള്ളത്തിൽ സോക്ക് ചെയ്യുമ്പോൾ അതൊന്ന് സോഫ്റ്റായി കിട്ടും. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കളയണം. ഇനി ഇതേമാതിരി ഒരു പാത്രം എടുത്ത് ഒരു സ്ട്രെയിനർ അതിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കുക. കുടംപുളി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കുടംപുളിയുടെ പുളി അതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ തോരൻ തീരെ വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വെറുതെ ഇളക്കി കൊടുത്താൽ പോരാ, കുറച്ച് ഫോഴ്സ് കൊടുത്ത് വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി അത് അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴേക്കും പാവയ്ക്കയിൽ നിന്നും ഊർന്നു വരുന്ന വെള്ളം താഴത്തെ പാത്രത്തിൽ വീണുകൊള്ളും. അരമണിക്കൂർ കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറച്ച് വെള്ളം അതിൽ കളക്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ സ്ട്രെയിനർ ഒന്ന് ചരിച്ചു വെക്കുമ്പോൾ അതിൽ നിന്നും വെള്ളം ഡ്രിപ്പ് ചെയ്ത് വീഴും. ഒരു സ്പൂൺ കൊണ്ട് ഇതേമാതിരി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി അതിലേക്ക് വീണുകൊള്ളും. പാവയ്ക്ക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താണ് പ്രസ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആയി വെള്ളം പോവുകയുള്ളൂ. സ്ട്രെയിനറിൽ വെച്ച് മിക്സ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നും റിലീസ് ചെയ്യുന്ന ജ്യൂസ് അപ്പോൾ താഴേക്ക് വീണുകൊള്ളും. സാധാരണ പാത്രമായിരുന്നെങ്കിൽ ഈ ഊറി വരുന്ന വെള്ളത്തിൽ പാവയ്ക്ക സോക്കായി പോവും. ഇനി കുടംപുളിയുടെ പീസസ് ഓരോന്നായി എടുത്തു മാറ്റണം. എടുത്തു മാറ്റാനുള്ള സൗകര്യത്തിനാണ് നീളത്തിൽ കട്ട് ചെയ്യാൻ പറഞ്ഞത്. പാവയ്ക്കയൊന്ന് മിക്സ് ചെയ്യാം. കുടംപുളിയുടെ വളരെ ചെറിയ തരികൾ അതിൽ കാണാൻ കഴിയും. അതാണ് ഇതിൻ്റെ സീക്രട്ട്. പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കുന്നത് ഈ തരികളാണ്. പാവയ്ക്കയുടെ ന്യൂട്രീഷണൽ വാല്യൂ തീരെ നഷ്ടപ്പെടുന്നുമില്ല. 3 വലിയ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. സവാള ചോപ്പറിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇതേമാതിരി കുറച്ച് കൂടുതൽ സവാള ചേർക്കുകയാണെങ്കിൽ പാവയ്ക്കയുടെ കയ്പ്പ് കുറച്ചുകൂടി കുറയും. അതിലേക്ക് പാവയ്ക്ക കൂടി ചേർക്കുകയാണ്. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതേപടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഒതുക്കിയെടുക്കാനൊന്നും പാടില്ല കേട്ടോ. ഇനി അതെല്ലാം നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ കമ്പൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ടേസ്റ്റും അതേമാതിരി തന്നെ കൂടും. ഈ പാവയ്ക്ക തോരൻ കഴിക്കാൻ ചോറിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. വെറുതെ എടുത്ത് കഴിച്ചുകൊണ്ട് നടക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതും നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ മനസ്സിലാകൂ. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി എടുക്കണം. അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. അതിനുശേഷം ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റണം.
ഒരുപാട് മൂപ്പിക്കരുത്, ഇതേമാതിരി മതി. ഇനി അതിലേക്ക് പാവയ്ക്കയും തേങ്ങയും പച്ചമുളകും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം ചേർക്കാത്തത് കൊണ്ട് ചുവട് കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം സിമ്മറിലാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ ഫ്ലെയിമിൽ സാവകാശം വേവിച്ചെടുക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് അടച്ചു വെക്കണം. വെള്ളം തളിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും അതിൽ സ്റ്റീം നിറയും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് വെള്ളം വീഴും. ഇനി ഇത് തുറന്നു വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. തുടർച്ചയായി ഇളക്കി കൊടുക്കണം. ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പാകത്തിന് കുക്കായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം നല്ലതുപോലെ കൂട്ടിക്കൊടുക്കണം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. ഈർപ്പം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പാവയ്ക്ക കാണുമ്പോൾ ഇനി ആരും വേണ്ടാന്ന് വെക്കണ്ട. കുടംപുളിയും കുറച്ച് കൂടുതൽ സവാളയും ചേർക്കുന്നത് കൊണ്ടാണ് പാവയ്ക്കയുടെ കയ്പ്പ് കുറയുന്നത്. അങ്ങനെ പാവയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.